മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സുവിശേഷകൻ MG രാജൻ, ആസാം. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ ശ്രോതാവിന് ക്രിസ്തുയേശുവിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗം മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കർത്താവായ യേശു ക്രിസ്തു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം ജനത്തെയെല്ലാം അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ഒപ്പം തൻ്റെ ശിഷ്യന്മാരെ കൂടി അവിടെ നിന്ന് നിർബന്ധിച്ച് പടക് കയറ്റി അയക്കുന്നതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിച്ചു. ഇവിടെ 2 പ്രാവശ്യം, ഒന്ന് ശിഷ്യന്മാരെല്ലാവരും പിന്നീട് പത്രോസും വളരെ ഭയപ്പെട്ടതായിട്ട് 2 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1-ാമത്തെ പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് 24-ാമത്തെ വാക്യത്തിലാണ്. പടകു കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2, അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. 1-ാമത് ഞാൻ വായിച്ച ഭാഗത്ത് ഈ പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി കഴിഞ്ഞപ്പോൾ വലിയ പ്രതികൂലമായിട്ടുള്ള കാറ്റ് ഉണ്ടാകാനായിട്ടിടയായി. ഈ ശിഷ്യന്മാരിൽ കുറേ പേർ മുക്കുവരായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കടലിലെ ഓളമോ തിരമാലയോ കാറ്റോ അവർ കാണാത്തതല്ല. എന്നിരിക്കലും ഈ രാത്രിയിലെ സംഭവം അവരെ വല്ലാതെ ഭയപ്പെടുത്തി. ഒരു കാര്യം ഞാൻ ചേർത്ത് പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ. ജീവിതത്തിൽ എത്ര പരിചയ സമ്പന്നനെങ്കിലും ഏത് മേഖലകളിലാണെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ പരിചയം പല സന്ദർഭങ്ങളിൽ നമുക്ക് ഗുണം ചെയ്യാതെ പോകും. പല സന്ദർഭങ്ങളിൽ പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള കാറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിട്ടുള്ളത് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം ഭയപ്പെട്ടു പോകും എന്നുള്ളതിന് സംശയമില്ല. 2-മതവിടെ പത്രോസിനെ സംബന്ധിച്ച് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണ് വെള്ളത്തിൻ മുകളിലൂടെ വന്നത് എന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവേ, എനിക്ക് നടന്ന് നിന്റെ അടുക്കിലേക്കൊന്ന് വരണം, മാനുഷികമായിട്ടുള്ള ഒരാഗ്രഹമാണ്. കർത്താവ് പറഞ്ഞു, പത്രോസേ നീ വാ. പത്രോസ് ഉത്സാഹത്തോടെ നടക്കുകയാണ്. വീണ്ടും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കാറ്റ് കണ്ടു പേടിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം ശിഷ്യന്മാർ പ്രതികൂലമായ കാറ്റ്, തിരകളിങ്ങനെ വലിയ ആ പ്രതിസന്ധിയിലേക്ക് അവരെ തള്ളിയിട്ട് കഴിഞ്ഞപ്പോൾ അവർ പ്രാണരക്ഷാർത്ഥം ഭയപ്പെട്ട് നിലവിളിക്കുകയാണ്. 2-മത്തെ ഭാഗം പത്രോസ് വെള്ളത്തിലങ്ങ് മുങ്ങിത്താണപ്പോൾ, കാരണം കാറ്റ് ഇപ്പോഴും ശമിച്ചിട്ടില്ല, കാറ്റ് കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ അത് എത്ര ഭയങ്കരമായിരുന്ന ഒരു പ്രതികൂലമായ കാറ്റായിരുന്നു എന്ന് മനസ്സിലാക്കണം. അത് കണ്ട് പേടിച്ച് താൻ മുങ്ങിത്തുടങ്ങിയാണ്. അപ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശു ഉടനെ കൈനീട്ടി. ഈ 2 കാര്യങ്ങളും അവരുടെ പ്രാണരക്ഷാർത്ഥമുള്ള ഒരു നിലവിളിയാണ്. എങ്ങനെയും ഈ പ്രതികൂലമായിട്ടുള്ള അനുഭവത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. പ്രിയമുള്ളവരെ,
ഈ പ്രതികൂലത്തിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിച്ചു. അതിൻ്റെ ഒടുവിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ആ പടകിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അവിടെ വായിക്കുന്നു 32 അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. ഈ പത്രോസും കർത്താവായ യേശു ക്രിസ്തു ആ പടകിലേക്ക് കയറിയപ്പോൾ, കാരണം അവർ രണ്ടുപേരുമാണല്ലോ ഇപ്പോൾ വെള്ളത്തിൽ, ആ കാറ്റമർന്നു. അത് മനസ്സിലാക്കിയപ്പോൾ അവര് പത്രോസിനെയല്ല, മറിച്ച് ആരാധിക്കേണ്ടുന്നവനെ ആരാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ 32-ാമത്തെ വാക്യത്തിൽ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരാരാധിച്ചത് നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ, ഈ കർത്തൃദിനത്തിൽ നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ആരാധിക്കണം. ഇവര് നീ ദൈവപുത്രൻ സത്യം, നമ്മുടെ കർത്താവ് സത്യ ദൈവമാണ്, അവൻ നിത്യജീവനാണ്, ആദിയും അന്തവുമാണ്, അവൻ രാജാതിരാജാവാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഭൂമിയിൽ മനുഷ്യനായി വന്ന് മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി തന്ന് നമ്മുടെ പ്രാണനെ രക്ഷിച്ച ദൈവമാണ്. ഇന്ന് രാവിലെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടുന്ന ചിന്ത, ഇവിടെ ഈ ശിഷ്യന്മാർ അവരുടെ പ്രാണൻ രക്ഷപ്പെട്ട് കിട്ടിയതിൽ അവർ ദൈവസന്നിധിയിൽ അവനെ കുമ്പിട്ട് ആരാധിക്കുക. ഈ കർത്താവിനോട് അവർ പറയണം, നീ വാസ്തവമായിട്ടും ദൈവപുത്രൻ എന്ന് പറയുക. പ്രിയമുള്ളവരെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് രാവിലെ എൻ്റെ പ്രാണനെ മാത്രമല്ല, എൻ്റെ ആത്മാവിനെ ഈ ഭയങ്കരമായ ആഴിയിൽ നിന്ന്, കടലിൻ്റെ ആഴത്തിൽ നിന്നല്ല, മറിച്ച് നരകത്തിൻ്റെ ഭയങ്കരമായ അനുഭവത്തിൽ നിന്ന് രക്ഷിച്ച എൻ്റെ രക്ഷിതാവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് അവനെ ആരാധിക്കാൻ കഴിഞ്ഞാൽ എത്രയോ വലുതാണ്. മറ്റാരെയുമല്ല, പിന്നെയോ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ, ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ നാം ആരാധിക്കാം, അവനെ സ്തുതിക്കാം. അവൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ.